ഇവിടെ നോക്കിയാണോ വരുന്നത്? അത്യാവശ്യം നല്ലോണം പൊളിച്ചോടിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്, കോർണർ ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടയറൊന്ന് മാറുന്നതല്ലേ കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഏതാണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയ ഡ്യൂക്ക് 200 വിത്ത് 390യുടെ ഹെഡ്ലൈറ്റ്സ്. ഇപ്പോഴത്തെ നമ്മുടെ 390ക്ക് വേറെ ഹെഡ്ലൈറ്റ് ആയിരുന്നു. നമ്മുടെ പഴയ 390ക്ക് 250ക്ക് വന്നേക്കുന്ന ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 390യുടെ ഹെഡ്ലൈറ്റ് കേട്ടോ. കണ്ടില്ലേ, അതേ ആ സെയിം ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ വന്നപ്പോൾ ഉണ്ട്. ഒരു 6 പാക്ക് LED ഹെഡ്ലൈറ്റ് കേട്ടോ. DRLും കാര്യങ്ങളും വന്നപ്പോൾ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ DRL സെറ്റപ്പ് വരുന്നത് കേട്ടോ. DRL അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും 390ലും പഴയ 250ലും ഒക്കെ കണ്ടു വന്നേക്കുന്ന അതേ LED സെറ്റപ്പാണ് ഇതിനകത്തും വന്നേക്കുന്നത്. നമ്മുടെ പുതിയ 200ഉം 390 ഇറങ്ങിയപ്പം അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതിന് കൊടുത്ത്, അതാണ് ശരിക്കും സത്യത്തിൽ ഉള്ള സംഭവം. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാസ് വന്നേക്കുന്നത്. ഇവിടെ ആണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ വന്നപ്പോൾ ഉണ്ട്. ഇത് LED ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മളെല്ലാ ഡ്യൂക്കിലും RCയിലും ഒക്കെ കണ്ടു വന്നേക്കുന്ന അതേ LED ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിലും വന്നേക്കുന്നത്. ഇതേണ്ട. പിന്നെ നമ്മൾ സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ ഒരു 43 mm WPയുടെ അപ്പെക്സിൻ്റെ സസ്പെൻഷൻ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. സസ്പെൻഷൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടൈറ്റ് കേട്ടോ, സസ്പെൻഷൻ ഫീലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഫ്രണ്ട് ടയർ നോക്കുന്ന ടൈമിൽ 110/70 R17 ടയേഴ്സ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. റേഡിയൽ ടയേഴ്സ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് കോൺഫിഡൻസും പിങ്ങും ഒക്കെ ഈ ടയർ തരുന്നുണ്ട്. MRFൻ്റെ ടയേഴ്സാണ്, അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എക്സ്ലെയറിൻ്റെ അത്രയൊന്നും പെർഫോമൻസ് ഇതിനകത്ത് കിട്ടത്തില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഡിസ്ക് നോക്കുന്ന ടൈമിൽ 320 mm റേഡിയലി മൗണ്ടഡ് കാലിപ്പേഴ്സ് ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് ബൈറ്റ് എന്ന് വെച്ചാൽ കിഡിലും ബ്രേക്കിംഗ് ബൈറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ബൈറ്റ്. ഈ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ഇതിനകട്ടോ, നമ്മുടെ ഡ്യൂക്ക് 200 കേട്ടോ. കിഡിലും ബ്രേക്കിംഗ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു റേഡിയേറ്ററും കാര്യങ്ങളും കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു റേഡിയേറ്റർ ഗാർഡും വന്നപ്പോൾ ഉണ്ട്. ഇതാണെങ്കിൽ ഫൈബർ കേട്ടോ, അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ഫൈബർ പീസ് വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു ക്രാഷ് ഗാർഡും സംഭവങ്ങളും വന്നപ്പോൾ ഉണ്ട്. ഗൈസ് ഇതിൻ്റെ ഒരു എൻജിൻ നോക്കുന്ന ടൈമിൽ 199.9 cc ലിക്വിഡ് കൂൾഡ് എൻജിൻ കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത് 25 bhp പവർ കേട്ടോ വരുന്നത്. അത് ഏകദേശം ഒരു 10,000 RPM നമുക്ക് കിട്ടുകയും ചെയ്യും. ടോർക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 19.2 N ടോർക്ക് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അത്യാവശ്യം കിടിലായിട്ട് വണ്ടി കയറുന്നുണ്ട്. എന്നുവെച്ചാൽ ആ പഴയ BS3യുടെ അത്ര ഒരു പവറും കാര്യങ്ങളും വരുന്നില്ല. അത് എല്ലാ വണ്ടിക്കും BS4 ആയ ടൈമിൽ ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്. അത് ഇതിനകത്തും ബാധിച്ചപ്പോൾ ഉണ്ട്. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 13 liters ടാങ്ക് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഷാസി വന്നേക്കുന്നതെന്ന് വെച്ചാൽ ബോൾട്ട് ഓൺ ഫ്രെയിം എന്നുള്ള ഒരു ഇതിലാണ് വന്നേക്കുന്നത് കേട്ടോ. സ്പ്ലിറ്റ് ട്രെലിസ് ഫ്രെയിം കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ ഇത്രയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറും ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ ഒരു ഓറഞ്ച് കളറും ട്രെലിസ് ഫ്രെയിമിൻ്റെ ഒരു കളറും കാര്യങ്ങളും വന്നേക്കുന്നത്. പിന്നെ 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് കേട്ടോ ബാക്ക് വന്നേക്കുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ ഇവിടെ ഒരു ടയർ ഹഗ്ഗറും കാര്യങ്ങളും വന്നപ്പോൾ ഉണ്ട്. ചെറിയൊരു സാരി ഗാർഡ് വന്നപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ല പർപ്പസ്ഫുള്ളായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിലും വന്നപ്പോൾ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നിങ്ങൾ ടൂർ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ അത്യാവശ്യം നൈസ് കിടിലമായിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലൈറ്റ് കണ്ടില്ല, ഇത് പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഡിസൈൻ ഗ്രാബ് റെയിൽ വന്നുകൊണ്ട് ഇതങ്ങനെ പൊട്ടിപ്പോത്തില്ല കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മളെ ബാക്കിലോട്ട് വരുന്ന ടൈമിലാണെങ്കിൽ ഇവിടാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കുന്ന ടൈമിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വന്നപ്പോൾ ഉണ്ട്. അത്യാവശ്യം സാധാരണ എനിക്ക് ഒരു വണ്ടിയുടെ ടെയിൽ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇതിൻ്റെ ടെയിൽ കിട്ടില്ല കേട്ടോ. ഞാൻ ഓണാക്കി കാണിച്ചു തരാം ഇതിൻ്റെ ടെയിൽ എങ്ങനെ ഉണ്ടെന്ന്. ടെയിൽ കത്തി കിടക്കുന്ന കണ്ടില്ലേ. സാധാരണ മിക്ക വണ്ടിയുടെ എനിക്ക് ടെയിൽ ടേഡിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ആണെങ്കിൽ സ്റ്റോക്ക് വരുന്നതിന് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ബാക്കിലത്തെ ടയർ നോക്കുന്ന ടൈമിൽ 150/60 R17 ടയേഴ്സ് കേട്ടോ ബാക്കിൽ വന്നേക്കുന്നത്. ബാക്കിലും റേഡിയൽ ടയേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. MRFൻ്റെ ടയർ അത് മാത്രമേ ഉള്ളൂ ചെറിയ സീനായിട്ടുള്ള. ബാക്കിലത്തെ നമ്മൾ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 230 mm കാലിപ്പേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. ഇതും അത്യാവശ്യം നൈസായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുന്ന ടൈമിൽ
റേസിംഗ് KTM എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. നമുക്കിനി ആണെങ്കിൽ മീറ്ററിനകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമൊക്കെ വന്നേക്കുന്ന മീറ്റർ കണ്ടിട്ടില്ലേ, അതേ സെയിം മീറ്റർ ആട്ടോ വന്നേക്കുന്നത്. നമ്മുടെ പഴയ മോഡൽ ഡ്യൂക്കിലൊക്കെ വന്ന് കണ്ടേക്കുന്ന അതേ മീറ്റർ ആട്ടോ വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ കുറച്ച് വാണിംഗ് ലാംപ്സ് കൊടുത്തപ്പോൾ ഉണ്ട്. ഇവിടെ ABSൻ്റെ, ഇവിടെ ആണെങ്കിൽ കിൽ സ്വിച്ചിൻ്റെ അങ്ങനെ കുറച്ച് സംഭവങ്ങളായിട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചും കാര്യങ്ങളും കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ട്രിപ്പ് സെറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കിൽ സ്വിച്ച് ഇത് ചെയ്യണം. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇവിടെ മോഡ് സ്വിച്ചുകൾ വന്നപ്പോൾ ഉണ്ട്. ഇത് പവർ മോഡ്സ് ഒന്നും വന്നപ്പോൾ ഇല്ല. ഇതിനകത്ത് വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ ഈ മോഡ് സ്വിച്ച് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ കൊടുത്തപ്പോൾ ഉണ്ട്. ട്രിപ്പ് 2 കൊടുത്തപ്പോൾ ഉണ്ട്. ഇത് കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ 24.9 കിലോമീറ്ററാണ് മൈലേജ് ഇത് കാണിച്ചേക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ കാണിച്ചപ്പോൾ ഉണ്ട്. ഇതേ ഇവിടെ ഫ്യൂൽ ഗേജ് കാണിച്ചപ്പോൾ ഉണ്ട്. ഇവിടെ ഓഡോമീറ്റർ കാണിച്ചപ്പോൾ ഉണ്ട്. ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഇത് കാണിച്ചപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് TFT അല്ലെന്നുള്ളൊരു ഇതേ വന്നപ്പോൾ ഇത് RPM ഷിഫ്റ്റ് ലൈറ്റാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ന്യൂട്രലിൻ്റെ ലൈറ്റ്, ഇത് ഡിമ്മിങ് ബ്രൈറ്റ്, എൻജിൻ്റെ സ്വിച്ച്, ഇവിടെ ഇൻഡിക്കേറ്റർ. ഇത് ഇത്രയാണ് നമുക്ക് മീറ്ററിനകത്ത് കാണാൻ പറ്റുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. TFT ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ RC200 വന്നേക്കുന്ന വേറൊരു ടൈപ്പ് മീറ്റർ കേട്ടോ. നമ്മൾ ആദ്യം അഡ്വഞ്ചർ 250 കണ്ടു വന്നേക്കുന്ന മീറ്റർ ആദ്യം വന്നേക്കുന്നത്. ആ മീറ്റർ അല്ല ഇതിനകത്ത് വന്നേക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് അത് തന്നെ ഇതിനകത്ത് വരാൻ പോകുന്നത്. ഇവിടെ നോക്കുന്ന ടൈമിലാണെങ്കിൽ സാധാരണ ഒരു 150-200cc കാണുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ആണെങ്കിൽ ഒരു കിൽ സ്വിച്ചും കാര്യങ്ങളും വന്നപ്പോൾ ഉണ്ട്. സ്റ്റാർട്ടർ സ്വിച്ച് വന്നപ്പോൾ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പാസ് സ്വിച്ച് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഡിമ്മ് ബ്രൈറ്റ്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെ ഹോണ്, ഇത്തരം കാര്യങ്ങളാട്ടോ വന്നേക്കുന്നത്. 390 കണ്ടു വന്നേക്കുന്ന പോലെ റൈറ്റ് ബൈ വയറല്ല, ഇതിനകത്ത് കേബിളാട്ടോ വന്നേക്കുന്നത്. ചാനൽ ABS വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് എന്ന് പറയാനായിട്ട്. വേറെ ഒന്നും വരുന്നില്ല. സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ കുഴപ്പമില്ല. ഒരു ഷോർട്ട് ഹാൻഡിൽ ബാറാണ്, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഹാൻഡിൽ ബാർ. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുന്ന ടൈമിൽ 110 ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് രണ്ട് സൈഡും ഒരുവിധം കുത്താനേ പറ്റുന്നുള്ളൂ. ഒരു സൈഡ് പ്ലാന്റഡ് ഫുട്ട് കിട്ടുവാണെങ്കിൽ ഒരു സൈഡ് ജസ്റ്റ് തൊടാനേ പറ്റുന്നുള്ളൂ. അങ്ങനൊരു ഫീലാട്ടോ. ഇത് നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. ഇവിടെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഒന്ന് ലീൻ ചെയ്ത് ഇരിക്കണം. എന്നുവെച്ചാൽ സ്പോർട്സ് ബൈക്കിലൊക്കെ ഇരിക്കുന്ന പോലെ അത്രയ്ക്ക് ഫ്രണ്ടിലോട്ട് ലീനൊന്നും ഇല്ല. എന്നാലും ഒരു പൊടിക്ക് നമ്മുടെ ഫുഡ് പെക്ക് വരുന്നതെന്ന് വെച്ചാൽ ഫോർവേഡ് സെറ്റും അല്ല ബാക്കിലോട്ടും അല്ല, നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ഇത് വരുന്നത് കേട്ടോ. സസ്പെൻഷൻ്റെ ഫീല് അത്യാവശ്യം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഒക്കെ ഓടിക്കുന്ന ടൈമിൽ സസ്പെൻഷൻ്റെ ഫീല് അത്യാവശ്യം മോശം കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ എല്ലാം ഹമ്പുകളും കാര്യങ്ങളും എവിടെ നോക്കിയാണോ വരുന്നത്. ഒരു നിമിഷം ഒന്ന് ഇതായിപ്പോയി കേട്ടോ. പിന്നെ ആണെങ്കിൽ വണ്ടിയുടെ ആണെങ്കിൽ റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനൊരു ഇതുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനൊരു ഫീലാണ്. അത്യാവശ്യം ത്രോട്ടിൽ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ഓടിച്ച് ശീലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു സ്കൂട്ടർ മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് പേടിപ്പിക്കും കേട്ടോ. അത്യാവശ്യം ഒരു പഴയ BS3 BS4ൻ്റെ അത്രയൊന്നും പവർ ഇല്ലെങ്കിൽ പോലും സ്റ്റിൽ ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് കേട്ടോ. നമുക്ക് ആറാമത്തെ ഗിയറിൽ ഒരു 42-43 ആ സ്പീഡിലൊക്കെ പോവുകയും ചെയ്യാം കേട്ടോ. ഒരു നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണല്ലേ, തിരക്കാണല്ലോ ഗായ്സ്. ഇത്രയും ഇതേപോലെയുള്ള ഒരു ട്രാഫിക് ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഹീറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. അതെ കണ്ടില്ലേ, നമുക്ക് സിമ്പിളായിട്ട് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകാം. അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. നമുക്കുള്ള സിഗ്നൽ വേണം. അപ്പോൾ കൈ കൊടുത്ത് നോക്കാം. ഇല്ലേ, ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു പവറിങ് കേട്ടോ ഞാൻ കാണിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അത്യാവശ്യം എക്സ്പേർട്ടായിട്ടുള്ള റൈഡേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. ഇതൊരു 200 ഇതിപ്പം പഴയ BS3യുടെ അത്രയും പവർ ഇല്ലെന്നൊക്കെ നിങ്ങൾ വെച്ചാലും നിങ്ങളെ പേടിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പവറും കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ.
അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങളെ നല്ലോണം പേടിപ്പിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ കോൺട്രിങ് കോൺഫിഡൻസ് ഒക്കെ കിട്ടില്ല കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ മാത്രമേ ഉള്ളൂ. ടയർ ഭയങ്കര ശോകമാണ് കേട്ടോ. ഭയങ്കര ശോകമെന്ന് പറഞ്ഞാൽ ഒരു ഗ്രിപ്പിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഒരുവിധം കൊണ്ടു നടക്കാം. നമുക്ക് ബെഡ് കണ്ടീഷന് ഇവർ കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി പറയുന്ന ടൈമിൽ അത്യാവശ്യം സിമ്പിളായിട്ട് ഗിയറും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്കില്ല. ക്ലച്ച് ഫീലും അത്യാവശ്യം നൈസാട്ടോ. അത് കണ്ടില്ലേ, റെസ്പോൺസ് നോക്കുന്ന ടൈമിൽ പഴയ ഒരു നമ്മുടെ ഡ്യൂക്ക് 200 പോലെ അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അല്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ആണെന്ന് പറയാം. എന്നാലും നിങ്ങൾ ഒരു ഭയങ്കര ഒരു പഴം ബൈക്കാന്ന് വിചാരിച്ച് ഈ വണ്ടി ഓൺ ചെയ്യുകയൊന്നും ചെയ്യല്. പല ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, BS6 ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഭയങ്കര ഷോകോ അങ്ങനൊരു ഇതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വണ്ടിക്ക് പവർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ടോപ്പ് എൻഡിലാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. വണ്ടി ടോപ്പ് എൻഡിലേക്കൊക്കെ എടുക്കുന്ന ടൈമിൽ ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്. ടൈമിൽ കുഴപ്പമില്ല, വണ്ടി ഓക്കെയാണ്. വണ്ടിയുടെ റിഫൈൻമെൻ്റ് കേട്ടോ എടുത്ത് പറയണ്ട. പഴയ ഒരു KTM-ൻ്റെ ആ ഒരു കുറച്ച് ഒന്ന് റോ ഫീലൊന്ന് പോയിട്ടുണ്ട്. അത് ഉള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വണ്ടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, ബൈക്കാന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ഈ 6ാമത്തെ ഗിയർ 42 സ്പീഡിലൊക്കെ നമുക്കിങ്ങനെ പോകാം. നേരത്തെ KTM-ലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നോക്കിങ്ങും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഒരു സീനും ഇല്ല. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പോകാം. വണ്ടി നൈസാണ് കേട്ടോ. വണ്ടി സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന നൈസ് വണ്ടിയാണ് കേട്ടോ. ക്യാമറ ഓണാണെന്നോ നോക്കിയത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കിടിലം ബ്രേക്കിംഗ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബൈറ്റ് കേട്ടോ. ഇത് വണ്ടിയുടെ ബൈറ്റാണ് എനിക്ക് എടുത്ത് പറയേണ്ടത്. പക്ഷേ അത്യാവശ്യം ഡിസ്ക് ഉപയോഗിച്ച് ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ ഈ ബ്രേക്കിങ്ങിൽ നിന്ന്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് കേട്ടോ വന്നേക്കുന്നത്. എന്നുവെച്ചാൽ 320 mm ഡിസ്ക് റോട്ടേഴ്സ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, റേഡിയലി മൗണ്ടഡ് ആയിട്ടുള്ള കാലിപ്പേഴ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കിടില കേട്ടോ. ഇവിടെ ഒന്നും നല്ല റോഡില്ല കൈസ്, അതാണ് ഈ പ്രശ്നം. ഇല്ലെങ്കിൽ വണ്ടിയുടെ ടോപ്പ് തന്നെയാണ് ഇപ്പം കാണിച്ചത്. ഞാൻ നേരത്തെ ആണെങ്കിൽ വണ്ടി കിട്ടിയ ടൈമിൽ ഒന്ന് നോക്കിയായിരുന്നു, അത്യാവശ്യം ഒന്ന് പൊളിച്ചോടിച്ച് നോക്കി. അപ്പോൾ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം കയറുന്നുണ്ട്. ഒരു 110 വരെയൊക്കെ വണ്ടി സിമ്പിളായിട്ടാണ് കയറി പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോസ് വിൻസും ഉണ്ടായിരുന്നു, അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം പുഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വൈബ്രേഷനെ പറ്റി പറയുന്ന ടൈമിൽ വണ്ടിക്ക് വലിയൊരു രീതിക്കുള്ള വൈബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊരു ടോപ്പലിലേക്ക് എടുക്കുന്ന ടൈമിലാണ് ഒരു വൈബ്രേഷൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ മെയിനായിട്ട് വൈബ്രേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പേക്കിലാണ്. പിന്നെ നമുക്ക് വൈബ്രേഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡിൽ ബാറിലാണ്. ഇത് രണ്ടിലുമാണ് എനിക്ക് മെയിനായിട്ട് വൈബ്രേഷൻ തോന്നുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റെഡ് ലൈൻ ചെയ്യുന്ന ടൈമിൽ ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പൊടിക്ക് വൈബ്രേഷനും തോന്നുന്നുണ്ട്. അല്ലാതെ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പൊളിച്ചോടിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്, കോർണർ ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടയറൊന്ന് മാറുന്നത് നല്ലത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, MRF-ൻ്റെ ടയർ ഇത് അധികം ഗ്രിപ്പോ കാര്യങ്ങളോ തരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കൊണ്ടു നടക്കാം. ചുമ്മാ ഒന്ന് റബ്മാച്ച് ചെയ്ത് നോക്കിയാ കേട്ടോ. വണ്ടി കൊള്ളാം കേട്ടോ, വണ്ടി നൈസാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ടോയ് ഓടിക്കുന്ന ഫീലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് അങ്ങനൊരു ഫീലാണ് വണ്ടിക്ക് കിട്ടുന്നത്. നമ്മൾ കേട്ടോ ഓരോ അപ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചാടാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ. എന്നുവെച്ചാൽ VS3-യുടെ അത്രയും ചാട്ടമില്ല, അന്നെങ്കിൽ പോലും സ്റ്റിൽ ഇതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാം ഒരു ട്വിസ്റ്റി റോഡ്സ് ആട്ടോ, എപ്പോൾ വേണമെങ്കിലും വണ്ടി കയറി വരാം, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹീറ്റിങ്ങിനെ പറ്റി പറയുമ്പം ചെറിയ രീതിക്കുള്ള ഒരു ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടൈറ്റ് ട്രാഫിക്ക് 20 മിനിറ്റൊക്കെ ഓടിക്കുന്ന ടൈമിലേ ഉള്ളു നമുക്ക് ചെറിയ രീതിക്ക് ഹീറ്റ് അടിക്കുന്നത്. ഹീറ്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തുടയില്ല, ആ തുടയുടെ അവിടോട്ടാണ് ഹീറ്റ് അടിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അരോചകമായിട്ട് തോന്നും.
അത് ഈ KTMൻ്റെ വണ്ടിക്ക് ഉള്ള ഒരു ഇതാണ്. എന്നിട്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ടാക്കുന്ന വണ്ടി, അതുകൊണ്ട് ഇത് ഹീറ്റും ചെയ്യും. അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ ഇതുണ്ട്. നിങ്ങളൊരു ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് നോക്കുക. മൈലേജിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന ടൈമിൽ ഒരു 25 to 28 ഒക്കെ നമുക്ക് സിറ്റിക്കകത്ത് മൈലേജ് കിട്ടും. പിന്നെ ആണെങ്കിൽ ഒരു ഹൈവേയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 30 to 35 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഒരുവിധം പൊളിച്ചോടിക്കുകയാണെങ്കിൽ 35 ഒന്നും കിട്ടത്തില്ല, ഒരു 30 to 31 ആ റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ. ഹൈ സ്പീഡിലാണെങ്കിൽ നമ്മൾ കോർണർ ചെയ്യുന്ന ടൈമിലെ ഈ ടയറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺഫിഡൻസും ഒരു ഫീഡ്ബാക്കും ഇല്ല കേട്ടോ. ടയർ വെറും ശോകമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഹയർ സ്പീഡിലൊക്കെ കോർണർ ചെയ്യുന്ന ടൈമിലെ അത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. അത് നിങ്ങളത് നോട്ടീസ് ചെയ്യണം. ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ കുറവാണ്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി ഭയങ്കര നിമ്പിളാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുത്തി കയറ്റിക്കൊണ്ട് പോവാം. ആ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇതേപോലെയുള്ള റോഡിലൊക്കെ വരുമ്പോൾ നമ്മൾ ആ റോഡെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റാണ് സസ്പെൻഷൻ. നോക്കിയോ, കണ്ടില്ലേ, നല്ല ടൈറ്റാണ് സസ്പെൻഷൻ. ആർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കാണെങ്കിൽ ഒരു 150-200 cc ഒരു വണ്ടി നിങ്ങൾ നോക്കുക. അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകണം, അത്യാവശ്യം ഹൈവേ ടൂർ ചെയ്യണം, അതിനൊക്കെ പറ്റിയൊരു വണ്ടി കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇത് ടൂർ ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൻ്റെ സീറ്റിനെ പറ്റി പറയുന്ന ടൈമിൽ സീറ്റ് അത്യാവശ്യം നല്ല ഹാർഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹാർഡാണ് സീറ്റ്. അതെനിക്ക് നേരെ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ അത്യാവശ്യം ഇതുകൊണ്ട് ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ജെൽ സീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതാണ് നല്ലതാണ് കേട്ടോ. പിന്നെ വൈബ്രേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർ ആൻഡ് വെയ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, നൈസായിരിക്കും. ഇവിടത്തേക്ക് റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടത്തേക്ക് റോഡിൻ്റെ അവസ്ഥയിൽ ഒരു ഓഫ് റോഡ് ബൈക്കാണ് നല്ലത്. ഫീലെന്നൊക്കെ പറയുന്നത് ഒരു കുട്ടി വണ്ടി ഓടിക്കുന്ന ഫീലാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ MGയുടെ അത്ര ഒരു കുട്ടി വണ്ടി ഓടിക്കുന്ന ഫീലില്ല. അല്ലെങ്കിൽ പോലും ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന ഫീലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു ബിഗ് ബൈക്ക് ഫീലൊന്നും കിട്ടുന്നില്ല. എന്നുവെച്ചാൽ അടുത്ത സംഭവങ്ങളെല്ലാം അടുത്താണ്. അതെ, എൻ്റെ ഒരു കയ്യെത്താവുന്ന ഇതിലേ ഉള്ളു, ഈ ഫ്രണ്ട് കയ്യെത്തുന്ന രീതിക്കേ ഉള്ളു എല്ലാം. നമ്മളെ ബാക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ബാക്ക് കുറച്ചുകൂടെ ഒരു സ്പേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ ഞെക്കുക. ഗൈസ്, ഇന്ന് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് വന്ന നമ്മുടെ കായംകുളം KTM കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ എൻക്വയറീസോ ടെസ്റ്റ് റൈഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കായംകുളം KTM കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളും കേട്ടോ.